ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രഭാകരൻ. നെക്സ്റ്റ് ഡേ അഞ്ചോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 5000 രൂപ 6000 രൂപ വരെ കറണ്ട് ബില്ല് വരുന്നിടത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സോളാർ സിസ്റ്റം അതിനെ പരിചയപ്പെടുത്താനാണ്. അത് വെച്ചിട്ടുള്ളത് നമ്മൾ തിരുവനന്തപുരത്താണ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാം. എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഷിജിമോൻ സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് പരിചയപ്പെടാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പേര് ഫുൾ നെയിമും എന്താ ചെയ്യുന്നത്? ഷിജിമോൻ. ഈ സ്ഥലത്തിൻ്റെ പേര് പെരിങ്കടവിള. സാർ എന്താ ചെയ്യുന്നത്? ഞാൻ പോലീസിലാണ്. വിജിലൻസിലാണ്. കറണ്ട് ബില്ല് ഒരുപാട് ഉണ്ടായിരുന്നു മുമ്പ്? 2400-2500 അറേഞ്ച് ചെയ്തു. വെക്കാൻ കുറേ കാലമായി എങ്ങനെ താല്പര്യപ്പെടുന്നത്? അങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇത് ആലോചിക്കുകയാണ്. ഇപ്പോഴാണ് അതിനുള്ള കറക്റ്റ് സമയം കിട്ടിയത്. കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിയത് കൊണ്ടാണ് ഞാൻ സോളാറിലോട്ട് മാറി. നമ്മളെ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്തെങ്കിലും ഉണ്ടോ? പുതിയ ഓഫീസ് ഇവിടെ പെരുമ്പാവൂർ നിയറസ്റ്റ് 5 കിലോമീറ്റർ നിയറസ്റ്റ് ആണ് നമ്മൾ പുതിയ ഓഫീസ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മന്ത് തന്നെ ഓപ്പണിംഗ് ആവും. അപ്പോൾ നമുക്ക് നമ്മളെങ്ങനെ കോൺടാക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് വഴി നോക്കിയാണ് നിങ്ങൾ നമ്പർ എടുത്ത് അങ്ങനെയാണ് പ്രവീണിനെ വിളിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച ഈ സോളാർ സിസ്റ്റം ഇതിലോട്ട് കിടന്നു. നമ്മൾ ഒരുപാട് പോയിട്ടിപ്പോൾ അവിടുത്തെ ഓഫീസിലെ SI വരെ അവർ വീട്ടിൽ നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? എന്നെ പരിചയപ്പെട്ടതിനെ തുടർന്ന് പിന്നെ എൻ്റെ ഓഫീസിലുള്ള കുറേ ഓഫീസേഴ്സ് ഇപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് ബില്ല് വന്നോ? പുതിയ കറണ്ട് ബില്ല് ഇന്ന് വന്നിട്ടുണ്ട്. എത്ര? 641. ചില ക്ലോസിങ്ങിൻ്റെ പിന്നെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നല്ല പ്രൊഡക്ഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം 18 മുകളിൽ നല്ല വെയിലുള്ള സമയത്ത് 18-19 580 വാട്ട്സിൻ്റെ 6 580 വാട്ട്സിൻ്റെ ഏകദേശം ഒരു 3.5 കിലോ വാട്ടിൻ്റെ ആ റേഞ്ചിൽ നമുക്ക് പാനൽ ടോട്ടൽ കപ്പാസിറ്റി ഉണ്ട്. ഒരു 12-14-15 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് ആവറേജ് പ്രൊഡക്ഷന് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 18-19 യൂണിറ്റോളം കിട്ടുന്നുണ്ട്. വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം? ഫ്രിഡ്ജുണ്ട്, AC ഉണ്ട്, പിന്നെ മോട്ടറുണ്ട്, TV, മറ്റുള്ള എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് കറണ്ട്. ഇപ്പോൾ ഗ്യാസിൻ്റെ കണക്ഷൻ എങ്ങനെ മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഗ്യാസ് ഇപ്പോൾ കുറച്ചുകൊണ്ട് വരാൻ അതിലേക്ക് ഫുള്ളായിട്ട് മാറിയില്ല. ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഈ സോളാർ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് എന്തെങ്കിലും സാറിൻ്റെതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ കറണ്ട് ബില്ല് 1500ഓളം വരുന്നവർക്ക് എൻ്റെ ഇതിൽ നേരിട്ടുള്ള അനുഭവമാണ്. എനിക്ക് 19 കിലോ വാട്ടോളം കിട്ടുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ഇവരെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നേട്ടമായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ റേറ്റും വളരെ കുറവാണ്. അത് റേറ്റ് അവർ നേരിട്ട് സംസാരിച്ചാൽ മതി. റേറ്റും വളരെ കുറവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പ്രിഫർ ചെയ്തത്. പിന്നെ അതല്ലാതെ നമ്മൾ സോളാർ ചെയ്യാൻ പ്ലാനുള്ളവർക്ക് എന്തെങ്കിലും നിങ്ങളതായിട്ട് അഡ്വൈസ് കൊടുക്കാനൊന്നുമില്ല? നമ്മളതായിട്ട് അല്ലാതെ സോളാർ ഇപ്പോഴത്തെ കറണ്ട് ബില്ലിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ സോളാറിൽ മാറുന്നതാണ് നല്ലത്. കാര്യം ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഈ സോളാറിലോട്ട് മാറുന്നത് നല്ലതാണ്. പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ ഈ വേറൊരു ഏറ്റവും വലിയൊരു ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ ലിമിറ്റ് കഴിയുക എന്നുള്ളൊരു കേസ് വരുന്നുണ്ട്. അപ്പോൾ സാറിന് ഇപ്പോൾ 100 kVൻ്റെ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 90% ഏകദേശം 81 കിലോ വാട്ട് നമുക്ക് സോളാർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരുപാട് വീടുകളുണ്ട്, 100 വീടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൽ 10 വീടുകളൊക്കെ 10-20 വീടുകൾ വെച്ചാൽ തന്നെ അതിൻ്റെ ലിമിറ്റ് കഴിയും. പിന്നെ നമുക്ക് ഓൺ ഗ്രിഡ് സോളാർ വെക്കാൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് പോലെ സോളാർ വെക്കാനൊന്നും കഴിയില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും ഇപ്പോൾ ഏറ്റവും ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതുണ്ട്. പിന്നെ വെക്കുന്നതൊക്കെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കുക എന്നുള്ളതും എനിക്ക് വെച്ചത് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ അത് നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം. ഇപ്പോഴത്തെ ആളുകൾക്ക് എല്ലാം അറിയാം. അപ്പം എനിക്ക് നേട്ടമാണ് ഇപ്പം വെച്ചതിൽ. എനിക്ക് അത് ബെനിഫിറ്റ് തന്നെയാണ്. ഹാപ്പിയാണ്, സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാനൽ ഡീറ്റെയിൽ കാര്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദാനിയുടെ 580 വാട്ട്സ് വരുന്ന ടോപ്പ് കോൺ സീരീസിൽ വരുന്ന പാനലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബൈഫേഷ്യൻ മോണോപ്പർക്ക് ഹാഫ് കട്ട് പ്ലസ് ടോപ്പ് കോൺ സീരീസിൽ വരുന്ന പാനലാണ്. താഴ്ഭാഗത്ത് നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പാണ്. ഡബിൾ സൈഡ് ഹാഫ് കട്ടാണ് വരുന്നത്. ടോട്ടൽ 6 പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 580 വാട്ട്സിൻ്റെയാണ്. 3.5 കിലോ വാട്ടോളം ടോട്ടൽ പാനൽ വാട്ട്സ് വരുന്നുണ്ട്, കപ്പാസിറ്റി വരുന്നുണ്ട്. മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് അറസ്റ്ററാണ്. സീരീസ് ആയിട്ട് 2 ലെയറായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡും ഈ രണ്ടെണ്ണത്തെ ഈ സൈഡായിട്ട് സെൻറ്ററിൽ കൂടി നമ്മൾ നടപ്പാതെ കൊടുത്തിട്ടുണ്ട്. ഒരു ലാഡർ വെച്ച് കുറച്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും. ഭാവിയിൽ ഈ തെങ്ങുകളൊക്കെ വളർന്നു വരാനുള്ളതാണ്. സൈഡിൽ കൂടി തെങ്ങുണ്ട്, മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വളർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഷെയ്ഡ് വരാനുള്ള സാധ്യത ഉണ്ട്. താഴ്ഭാഗത്തൊന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തുണികളൊക്കെ തോരണമെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ
ഒരു അയലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിൽ കൊടുക്കുന്നതല്ലാണ്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു 10 രൂപയുടെ വ്യത്യാസം നമുക്ക് ഈ സ്ട്രക്ചർ വർക്ക് അഡീഷണൽ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കുറച്ച് ഹൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത് 30 വർഷം പെർഫോമൻസ് വാറണ്ടി, 12 വർഷം പ്രൊഡക്റ്റ് വാറണ്ടിയാണ്. പിന്നെ നമ്മൾ ഇൻവേർട്ടർ വെച്ചിട്ടുള്ള ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിലും പോളിക്യാബിൻ്റെ ACDB DCDB അതുപോലെ തന്നെ അപ്പോളോൻ്റെയാണ് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രക്ചർ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോളോൻ്റെയാണ്. 16 kg നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ നിന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻവേർട്ടർ ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 10 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉള്ള ഇൻവേർട്ടറാണ്. അതിന് വൈഫൈ ലോഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ക്ലാമ്പ് പോലും അത്ര മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീൽ ക്ലാമ്പും കാര്യങ്ങളും വെച്ചിട്ടാണ് ഭാവിയിലൊരു തുരുമ്പും കാര്യങ്ങളൊക്കെ വരാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ എർത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെ കേബിൾ ട്രേക്ക് നല്ല ഒതുക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ACDB DCDB ഒക്കെ നമ്മൾ ഇത് ഹാവൽസിൻ്റെയാണ്. ACDB DCDB കാര്യങ്ങളൊക്കെ പോളിക്യാബ് ഹാവൽസ് എന്ന ബ്രാൻഡിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. കേബിൾ ട്രേക്ക് വെച്ചിട്ട് നല്ല 4 എർത്തിങ്ങും ഉണ്ട്. 4 എർത്തിങ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പോയിട്ട് എർത്തിങ് 4 കൊടുത്തിട്ടുണ്ട്. ലൈറ്റിനിങ് അറസ്റ്റർ, ACDB DCDB സ്ട്രക്ചർ, അങ്ങനെ മൊത്തം 4 എർത്താണ് കൊടുത്തത്. മറ്റുള്ള പ്രൊജക്റ്റുകളൊക്കെ അധികം ആളുകൾ 3 എർത്തിലൊക്കെയാണ് ചെയ്യാറുള്ളത്. നല്ല വൃത്തിക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്റർ ബോക്സ് നല്ല ബോക്സ് ആയിട്ട് ഇന്ന് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടുള്ള മീറ്റർ LNTൻ്റെയാണ് മീറ്റർ വെച്ചിട്ടുള്ളത്. ടോട്ടൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 334 യൂണിറ്റാണ്. ഒരു 1 മന്ത് ടൈം ആവുന്നേ ഉള്ളൂ. ഒരു 2 ആഴ്ച 3 ആഴ്ചൻ്റെ അടുത്തായിട്ടുള്ളൂ. ബ്രേക്കർ പോളിക്യാബിൻ്റെയാണ് MCB വെച്ചിട്ടുള്ളത്. ഇതിന് KCB എന്ന് വെച്ച മീറ്ററാണ്. അത് HPL എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് തോന്നുന്നത്. KCB ഡയറക്റ്റ് വെച്ചതാണ്. അതിന് മീറ്റർ വാടക മാത്രമേ വരുള്ളൂ. സെറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ 3.5 kW പ്രൊജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് 2 ലക്ഷം രൂപ ആണ് വരുന്നത്. 3 kW പ്രൊജക്റ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കിതിൽ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അഡീഷണൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. നമുക്കിതിൽ 78,000 രൂപ നമുക്ക് സബ്സിഡി കിട്ടും. നമുക്ക് പ്രൊജക്റ്റ് കോസ്റ്റ് അപ്പോൾ 1,22,000 രൂപ വരുള്ളൂ. അപ്പോൾ ക്യാഷ് ആയിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി കഴിച്ചിട്ടുള്ള എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്താലും മതി. അതല്ല ബാങ്ക് EMI ആയിട്ടോ ബജാജ് EMI ആയിട്ടോ ചെയ്യാം. നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ 2 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. 2,400 2,500 രൂപ അല്ല മാക്സിമം 2,300 ആ റേഞ്ചിലൊക്കെ നമുക്ക് EMI ബാങ്ക് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും നമുക്ക് ലോണായിട്ട് കിട്ടും. 700 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ കിട്ടും. 650 സിബിൽ സ്കോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബജാജ് ഫിനാൻസിൽ ലോൺ എടുക്കാം. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. EMI മാത്രം ഒരു 5 വർഷത്തേക്ക് അടവ് മാത്രമേ വരുള്ളൂ. അപ്പോൾ കറണ്ട് ബില്ല് വരുന്ന എമൗണ്ട് നമുക്ക് EMIയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യാൻ കഴിയും. ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് ഇതിന് തീരെ മെയിൻ്റനൻസ് ഇല്ലാത്തതാണ്. നമുക്ക് പാനൽ ക്ലീൻ ചെയ്യാന്നുള്ളത് അല്ലാതെ വേറെ മെയിൻ്റനൻസ് വരില്ല. ഇൻവേർട്ടർ കാര്യങ്ങൾക്ക് 10 വർഷത്തിന് മുകളിൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്, അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ സോളാർ പ്രൊജക്റ്റ്. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയമാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള വീഡിയോയും കാര്യങ്ങളും നമ്മളെ മുമ്പത്തെ വീഡിയോകളിലുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. നമ്മളിത് ഓൾ കേരള ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും നമ്മൾ ഓഫീസുണ്ട്. 8ഓളം ഓഫീസുകൾ നമ്മൾ ഓൾ കേരള 4 റണ്ണിങ് ആണ്, 4 ഓപ്പണിങ് ആയിരിക്കുന്നുള്ളൂ. ഇത് ട്രിവാൻഡ്രത്താണെന്ന് പെരുമ്പഴത്തൂർ നിയറസ്റ്റ് നമുക്ക് ഓഫീസുണ്ട്. കൊല്ലത്തുണ്ട്, തടിക്കാട്, അതുപോലെ തന്നെ കാസർഗോഡ് ഉണ്ട്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലുണ്ട്, ആലപ്പുഴ ഉണ്ട്, അതുപോലെ തന്നെ പാലക്കാട്. എല്ലായിടത്തും നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആഫ്റ്റർ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും സുഖം. ഞാൻ എപ്പോഴും പകരം സൈനിക.